ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് എത്ര കഴിച്ചാലും മതി വരാത്ത ചായക്കടയിലെ പൊക്കവടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു പകുതി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊക്കവടയ്ക്ക് നമുക്ക് അത്ര ഉള്ളിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഒരു പകുതി സവാള എടുത്താൽ മതി. ഇനി അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ, സോഡാപ്പൊടിയാണ്. ഇനി ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പോളം കടലമാവാണ് ചേർക്കുന്നത്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ദോശമാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പൊക്കവടയ്ക്ക് ഒരു പുളിപ്പ് തോന്നാറുണ്ടല്ലേ, അതൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇനി മാവില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചാലും മതി. ഇനി കുറച്ചേനെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ മാവ് കിട്ടേണ്ടത്. നമ്മൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീണ രീതിയിൽ കിട്ടണം. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ചൂടായി എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സ്പൂണ് കൊണ്ട് ഇടുമ്പോൾ ഇതേപോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ കൈ കൊണ്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ എണ്ണയിൽ ഇടുമ്പോൾ തന്നെ നല്ല ബോൾസായിട്ട് തന്നെ അത് കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ പക്കോടയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ചൂട് ചായക്കൊപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.